ഹലോ ഫുഡീസ്, മലബാർ പോപ്പുലർ സ്വീറ്റ് റെസിപ്പി ആയിട്ടുള്ള നെയ്വടയുടെ റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസിയുമായിട്ടുള്ള ഈ ഒരു അടിപൊളി പലഹാരം നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതേയുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. തയ്യാറാക്കാനായി ആദ്യം തന്നെ ഒരു വലിയ മിക്സിംഗ് ബൗളിലോട്ട് അധികം പുളിയില്ലാത്ത 4 ടേബിൾ സ്പൂൺ കട്ട തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. നെയ്യും ബട്ടറും ഒന്നും ഇല്ലെങ്കിൽ വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ സ്വാദ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 2 കപ്പ് മൈദപ്പൊടിയാണ്. നമുക്കിതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പാണ്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അരിച്ചെടുക്കുക. സൈഡിലൊക്കെ പറ്റി പിടിച്ചെടുക്കുന്ന മാവൊക്കെ നമുക്കിങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഉള്ളിലോട്ട് ആക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. നമ്മുടെ ഈ ഒരു അളവെല്ലാം കറക്റ്റ് ആയിരിക്കും. ഇനി അഥവാ നിങ്ങളത് ഹാർഡായി പോയാൽ 1 ടേബിൾ സ്പൂൺ കൂടെ തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പരുവമായി കഴിയുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇത് ലാസ്റ്റേ ചേർക്കാൻ പാടുള്ളൂ, ഈ 1 ടേബിൾ സ്പൂൺ നെയ്യ്. നന്നായിട്ട് കുഴച്ച ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് പുരട്ടി നമ്മൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. നമുക്കിതിലോട്ട് വേണ്ട ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഷുഗർ സിറപ്പിനായിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളി ഏലക്കാപ്പൊടിയാണ്. അതുകൂടെ ചേർത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇത് തിളപ്പിച്ചെടുക്കാം. കൂടുതൽ സമയം തിളപ്പിക്കാൻ പാടില്ല. കറക്റ്റ് 5 മിനിറ്റ് മാത്രം തിളച്ചാൽ മതി. ഇവിടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വലിയ ഹാർഡായിട്ടൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണിത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ഓരോ ഉരുളകൾ ഉണ്ടാക്കിയെടുക്കാം. മാവിൽ നിന്നും ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കി ഉള്ളിലോട്ട് മടക്കി ഷേപ്പ് ചെയ്തെടുക്കുക. ഫ്ലാറ്റൺ ചെയ്ത ശേഷം നമുക്ക് സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു ഹോൾസ് ഉണ്ടാക്കിയെടുക്കാം. കൈകൊണ്ട് ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കി പുറമേയൊക്കെ നല്ല സ്മൂത്തൺ ചെയ്ത് നല്ല ഷേപ്പിലൊരു വട ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ ക്രാക്സ് ഒക്കെ വരുന്നത് അതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അതൊന്നും കാണില്ല. ചെറിയ ചെറിയ കുഞ്ഞു ക്രാക്സ് ഒന്നും വരുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഞാനിവിടെ ഒരു 9 വടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയ വടകളാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് നന്നായിട്ട് മുക്കി പൊരിച്ചെടുക്കാം. നെയ്വട എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. പിന്നെ നമുക്കിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് കുറച്ച് കൊടുക്കാം. തീരെ കുറഞ്ഞു പോകാനും പാടില്ല, അധികം കൂടി പോകാനും പാടില്ല. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുത്ത വട ചൂടോടെ തന്നെ ഇളം ചൂടുള്ള ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും ഒരുപോലെ ഷുഗർ സിറപ്പ് ആവാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ബാച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നത് വരെ നമുക്ക് ആദ്യത്തേതിനെ ഷുഗർ സിറപ്പിലിട്ട് വെക്കാം. പിന്നെ അടുത്തത് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക.
ഷുഗർ സിറപ്പ് നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വട ചൂടോടെ തന്നെ ഇളം ചൂടുള്ള ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കണം. വട നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ടീ ഷോപ്പുകളിലെ ചില്ലുകൂട്ടിൽ ഇരുന്ന് നമ്മളെ കൊതിപ്പിക്കുന്ന ഒരു പലഹാരമാണ് ഈ നെയ്വട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്